ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദുബായ് ഇപ്പോൾ വലിയൊരു യുദ്ധഭീതിയുടെ നടുവിലാണ്. കേവലം 20 മിനിറ്റിനുള്ളിൽ തുടർച്ചയായി നടന്നത് 7 സ്ഫോടനങ്ങൾ. ഗൾഫ് മേഖലയാകെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിൽക്കുകയാണ്. ദുബായിലെ ഏറ്റവും നിർണായക വ്യവസായ കേന്ദ്രമായിട്ടുള്ള ജബൽ അലിയിലാണ് ആകാശത്താകെ കറുത്ത പുകയിലാഴ്ത്തിയ ഈ സ്ഫോടന പരമ്പര അരങ്ങേറിയത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയ 2 പേരെ അധികൃതർ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇത് കേവലം ഒരു തീപിടുത്തമാണോ അതോ ആസൂത്രിതമായിട്ടുള്ള ഒരു അട്ടിമറിയാണോ എന്നതിൽ UAE ഭരണകൂടം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തുറമുഖവും അന്താരാഷ്ട്ര വാണിജ്യത്തിന്റെ സ്ഥിരാകേന്ദ്രവുമാണ് ജബൽ അലി. ഇവിടുത്തെ ഇന്ധന സംഭരണശാലയിലാണ് തീപിടുത്തം ഉണ്ടായതെന്ന് നാസയുടെ ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര ലളിതമല്ല. അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യമനിൽ നിന്നുള്ള മിസൈൽ ആക്രമണമാണ് ദുബായിൽ നടന്നതെന്ന് ഇറാഖി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയുടെ ശക്തമായിട്ടുള്ള സഖ്യരാജ്യമായിട്ടുള്ള UAE എക്കാലത്തും ഇറാന്റെ റഡാറിലുള്ള രാജ്യമാണ്. സാമ്പത്തികമായി എത്ര വലിയ ശക്തിയാണെങ്കിലും പശ്ചിമേഷ്യയിലെ അസ്ഥിരതകൾക്കിടയിൽ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ എത്രത്തോളം ദുർബലമാണെന്നാണ് ഈ സംഭവം അടിവരയിടുന്നത്. സമ്പത്തിനേക്കാൾ വലുതാണ് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങളുമെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കോടിക്കണക്കിന് ഡോളറുകൾ നിക്ഷേപിക്കപ്പെട്ട ഒരു ലോകോത്തര വാണിജ്യ കേന്ദ്രം ഒരു നിമിഷം കൊണ്ട് യുദ്ധക്കളമായി മാറിയേക്കാം എന്ന ഭീതിയിലാണ് ദുബായ് ഭരണകൂടം. പുറത്തു വരുന്നത് പകുതി സത്യങ്ങൾ മാത്രമാണെങ്കിലും ആ സ്ഫോടനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ്. ഗൾഫ് മേഖലയുടെ നെഞ്ചിടിപ്പ് വരും ദിവസങ്ങളിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്.